ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു എമ്പുരാൻ. മാർച്ച് 27-ന് വമ്പൻ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു സ്വന്തമാക്കാൻ സാധിച്ചത്. എന്നിട്ട് പോലും ലാലേട്ടൻ്റെ സ്റ്റാർഡം വെച്ച് ഹയസ്റ്റ് കേരള ഫസ്റ്റ് ഡേ കളക്ഷൻ, ഹയസ്റ്റ് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ, ഹയസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ, ഓവർസീസ് റെക്കോർഡ് എല്ലാം തന്നെ ചിത്രം സ്വന്തമാക്കിയിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് ഇതുവരെ ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ പ്രമുഖ സോഴ്സുകളും പുറത്തുവിട്ടതനുസരിച്ച് 150 കോടി രൂപയോളമാണ് എമ്പുരാൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ഇതുവരെ ചിത്രം സ്വന്തമാക്കിയ കളക്ഷൻ നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് ഇതുവരെ 86 കോടി 25 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റായി നിൽക്കുന്നത് 89 കോടി രൂപയോളം നേടിയ 2023-ൽ പുറത്തിറങ്ങിയ 2018 എന്ന സിനിമയാണ്. എമ്പുരാൻ 89 കോടിക്ക് മുകളിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയാൽ മാത്രമേ ഇവിടെ പ്രോപ്പർ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറൂ. തമിഴ്നാട്ടിൽ നിന്ന് 9 കോടി 85 ലക്ഷം രൂപയും, തെലുങ്കിൽ നിന്ന് 4 കോടി 40 ലക്ഷം രൂപയും, കർണാടകയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുമായി 22 കോടി 45 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. ഓവർസീസിൽ നിന്നും 143 കോടി 75 ലക്ഷം രൂപയാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഓവർസീസിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ തന്നെയാണിത്. ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം 268 കോടി രൂപയാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. 150 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയ്ക്ക് ഹിറ്റാകണമെങ്കിൽ 225 കോടി കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് സ്വന്തമാക്കിയാൽ മതി. 268 കോടി രൂപയോളം സ്വന്തമാക്കി എമ്പുരാൻ ഹിറ്റ് വെർഡിക്റ്റ് തന്നെയാണ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. റിലീസിന് മുമ്പ് തന്നെ പ്രീ ബിസിനസ്സിലൂടെ 100 കോടിയോളം സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എമ്പുരാൻ എന്ന ചിത്രം മിക്സഡ് റെസ്പോൺസ് വന്നിട്ട് പോലും ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരുപാട് റെക്കോർഡുകളും ഇട്ടുവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് കൂടിയായാൽ എല്ലാ റെക്കോർഡുകളും എമ്പുരാൻ്റെ പേരിലായിട്ട് മാറും. ഇനി സാധ്യത കുറവാണെങ്കിലും ഒരു 5 കോടി കളക്ഷൻ കൂടി കേരളത്തിൽ നിന്ന് ലഭിച്ചാൽ 2018 എന്ന സിനിമയെ തകർത്ത് എമ്പുരാന് ആ റെക്കോർഡും സ്വന്തമാക്കാം. അപ്പോൾ ചിത്രം 2018-നെ തകർത്ത് കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക.